500 മീറ്റർ. അതിനുശേഷം നമുക്ക് നേപ്പിയർ ലുക്കൗട്ടിലേക്ക് പോകാം. ഒരു മരത്തിന്റെ ഷേപ്പ് ഉണ്ടോ, ഒരു തവള ഡാൻസ് ചെയ്യാൻ നിൽക്കുന്നവരുണ്ടല്ലേ. ഇതാണ് കാർ പാർക്ക്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാല്ലേ. നേപ്പിയർ ലുക്കൗട്ട് 500 മീറ്റേഴ്സ്. ഇനി നമ്മൾ വീണ്ടും ഈ കാട്ടിലൂടെയുള്ള നടത്താട്ടോ. ശരിക്കും പറഞ്ഞ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു ദിവസം അല്ലേ. ഇങ്ങനെ നല്ല ശുദ്ധവായും എന്നിട്ട് മരാത് അക്വഷ്യോ യുക്കാലിപ്സ്, അപ്പൊ അതൊക്കെ ഒക്കെ സ്മെല്ലും ഇതായിട്ട് ഇതേ തീ പിടിച്ച് കിടക്കണുണ്ടോ, കത്തിക്കരിഞ്ഞ് പണ്ട് കാട്ടുതീ ഉണ്ടായിപ്പേ എടുക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഈ കാണുന്ന കേട്ടോ നേപ്പിയൻ ലുക്കൗട്ടിലേക്ക് നമ്മളെത്തി. അപ്പൊ ഈ ലുക്കൗട്ടിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇപ്പൊ നേപ്പിയൻ ലുക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഇവിടെ നിന്നല്ല, ഏത് ലുക്കൗട്ടിലും കാട്ടിലും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അനുസരിച്ച് നമ്മളിതിങ്ങനെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നേപ്പിയൻ ലുക്കൗട്ടും കണ്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോവാം. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേപ്പിയൻ ഹോസ്പിറ്റലും കാണാൻ പറ്റും. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ സെമെട്രിയും കാണാൻ പറ്റും. അതപ്പോൾ നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ. ഇപ്പോൾ റൂൾസ് ഒക്കെ അംഗീകരിച്ച് സമാധാനമായിട്ട് കണ്ടിട്ട് പോയാൽ ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇച്ചിരോടെ ഇതാണെങ്കിൽ നമുക്ക് താഴെ റിവറുണ്ട്, അതും കാണാം, ഹോസ്പിറ്റലും എല്ലാം കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകാം കേട്ടോ. എൻജോയ് ചെയ്ത് സെമിട്രിയിലിട്ട് പോവാം. അപ്പം ഹാപ്പി ആയിട്ട്. ഒയ്യോ അന്യ വൈബാട്ടത്. ഒരു അടിപൊളി ഒരു പാറ. ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ സായാഹ്നങ്ങളിലൊക്കെ വന്ന് ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് കഴിഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ നേപ്പിയൻ റിവറിൻ്റെ ഭംഗി ആസ്വദിക്കാം. നേപ്പിയൻ റിവർ എന്ന് പറഞ്ഞാൽ ചുമ്മാ പറഞ്ഞതല്ല, അതേ താഴെ കാണുന്നുണ്ടോ എന്ന സാധനം നോക്കിയത്. അടിപൊളി. ചെറിയൊരു ഇങ്ങനെ വെള്ളം ഒഴുകണേൻ്റെ സൗണ്ടൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ നല്ല മഴയൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ ഡ്രൈ ആയിട്ട് ഇങ്ങനെ മതി. ഇനി ഇവിടുത്തെ വേറൊരു അട്രാക്ഷൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് അങ്ങ് ദൂരേട്ട് നോക്കിയോട്ടോ ഒരു അടിപൊളി വീട്. അതായത് ഈ മലയുടെ മുകളിൽ അങ്ങ് ദൂരെയായിട്ട് കണ്ടോ. എൻ്റെ പൊന്നു എന്നെ വ്യൂ ആ നോക്കി. അവിടെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ചിരുന്ന് ഈ കാഴ്ചകളെല്ലാം കണ്ട് റിലാക്സ് ചെയ്യാനായിട്ട് സൂപ്പറായിരിക്കും കേട്ടോ. എൻ്റെ കിടിലം വീടാട്ടത്. ഈ കൂടുതൽ സൂം ആവില്ല, അതെൻ്റെ കൈ കുറച്ച് തുടങ്ങി കേട്ടോ. കുറച്ചുകൂടെ പക്ക ഓഫ് റോഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വഴി കേട്ടത്. ഇത് ശരിക്കും ഒരു ഷോർട്ട് കട്ടാണ് മെയിൻ റോഡിലായിട്ടുള്ളത്. ചെല്ലുന്നത് ചെറിയൊരു ലേക്കല്ല, ഒരു കുളമുണ്ട്. മുമ്പ് ഇവിടെ ഒരു കുഴി കേട്ടോ. അടിച്ച് ഇറങ്ങി പോണല്ലേ. ശരിക്കും 4x4 ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. 2 വീലർ ഡ്രൈവിൽ തന്നെ ഈസി ആയിട്ട് കയറി പോണ ഒരു ഇത്. കുറച്ച് മഴയും ഇതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ അഡ്വഞ്ചർ ആയിട്ട് പിടിക്കാറ്. ഇവിടെ പിടിക്കാം. ഇത് കൊള്ളാം. ഇതുണ്ട ലേക്ക് കേട്ടാ. പോവില്ല. റിവേഴ്സ് അടിക്കണം. മോനെ ഇപ്പൊ ഞങ്ങളിപ്പോ കുഴി പോയി കിടന്നേനെ. ഇനി ഞങ്ങള് റിവേഴ്സ് അടിക്കണം. അമ്മാതിരി കുഴി കേട്ടതല്ലേ. ഒയ്യോ അതന്നെ അങ്ങനെ ഉണ്ടാക്കി ചിലപ്പോ അത് നോക്കിയതൊന്നായി. മരത്തേലിരുന്നാലും ഒരു സൈഡ്. ഈ കാണുന്നതാണ് പോർട്ടൽ ലുക്കൗട്ട്. പോർട്ടൽ ലുക്കൗട്ടിന്റെ ഒരു ഐഡിയാസ് ഉണ്ട്, എന്താണ് സംഭവം എന്നുള്ളതൊക്കെ കണ്ടോ. വേൾഡ് ഹെറിറ്റേജ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, എന്തോ ഇതുണ്ട്. പിന്നെ ഒരു താഴെ റിവർ ഉണ്ട്. വരുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഡയമണ്ട് പൈത്തനെ കാണാം കേട്ടോ. ഇവിടെ ഒരു പടം വരച്ചു വെച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു ലുക്ക് ഉണ്ടോ. ഇതാണ് സാധനം. ഭംഗിയാണെങ്കിൽ കാണാന്നാണ് പറയണത്. ഞാൻ കുഴപ്പമില്ല കണ്ടില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ലുക്കൗട്ട്. ഇവിടുത്തെ കുറേ സംഭവങ്ങളൊക്കെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ആ ബോർഡ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എൻ്റെ മോനെ അടിപൊളി. ഇത് അങ്ങോട്ടുള്ളൊരു ബ്രിഡ്ജ് വരെ കാണുന്നുണ്ട്. നമ്മൾ ക്രോസ് ചെയ്തോ ഇവിടെയൊക്കെ നോക്കിയ സംഭവങ്ങളുണ്ടോ.
നേപ്പിയൻ റിവർ എഴുതിയിട്ടില്ല. സെന്റ് മേരീസ് 13 കിലോമീറ്റർ, സിഡ്നി 54 കിലോമീറ്റർ. ഇവിടുന്ന് സിഡ്നിക്ക് 54 ഇവിടെ ഇപ്പൊ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ഇപ്പൊ നമ്മൾ നിന്ന ലുക്കൗട്ടിന്റെ അങ്ങോട്ട് നോക്കിയാൽ ഇപ്പൊ റെയിൽവേ ലൈൻ കണ്ടു. ഇപ്പൊ റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ പാറ തുറന്ന് മല തുറന്ന് ഇങ്ങനെ പാറയുടെ സൈഡിൽ കൂടെ ഉള്ള രീതിയിലാണ് ഇവിടുത്തെ റെയിൽവേ ലൈനിന്റെ ഒരു സെറ്റപ്പ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ കണ്ടു. അപ്പൊ അതിന്റെ ഒരു വ്യൂ കിട്ടുമോ അങ്ങനെ നമ്മളിപ്പോ പോകുന്നത് സൂം ചെയ്ത് നമുക്ക് കാണിച്ചു തരട്ടോ. റെയിൽവേയുടെ ഒരു സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെ. അങ്ങനെ വ്യക്തമാകുന്നില്ല കണ്ടോ. അങ്ങനെ ഈ ലുക്കൗട്ടും കണ്ടിട്ട് ഇനി അടുത്ത ജെല്ലി ബീൻ പൂളിലായിട്ടോടെ പോണേ. ശരിക്കും പറഞ്ഞ ഒരു 1 day സ്പെൻഡ് ചെയ്യാനുള്ള സാധനം ഉണ്ട് കേട്ടോ ഇവിടെ. കാരണം അതുമാതിരി ഇതായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇന്നിപ്പോൾ ചെറിയൊരു വെയിലും തണുപ്പും ഇതൊക്കെ ഉള്ള കാരണം നല്ല സുഖമാണ്. അടുത്ത ലുക്കൗട്ടിന്റെ പേരാണ് അവിടെ കണ്ടത്, ടണൽ വ്യൂ ലുക്കൗട്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 200 meters ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ലുക്കൗട്ടിന് ഒരു 100 meters ഉള്ളൂ. നമ്മളിങ്ങനെ നടക്കണം എന്നത്. പിന്നെ ഇവിടെ ഈ നടക്കുമ്പോഴേക്ക് നല്ല സുഖം കേട്ടോ. ഞാൻ എപ്പോഴും നല്ല സുഖമെന്ന് പറയണത് വെറുതെ പറയണമെന്നല്ല, നിങ്ങളൊക്കെ ഇവിടെ വന്ന് ഇതിലേക്കൊന്ന് നടന്ന് ഇതൊക്കെ എൻജോയ് ചെയ്യേണ്ടത് തന്നെയാവുന്നു. പിന്നെ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ വളരെ നല്ല കാര്യം, എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഇതെന്നാ കുറേ മരങ്ങളല്ലേ, ഇത് കുറേ പാറയല്ലേ, എവിടെ നോക്കിയാലും ഇങ്ങനെ കുറേ കാഴ്ചകളേ ഉള്ളൂ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോൾ അത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ട് വരിക, ഒന്നിങ്ങനെ എൻജോയ് ചെയ്യുക. Have the train station there, charges. So you're paying base there plus airport. പോകുന്ന സാധനം കേട്ടോ ടണൽ വ്യൂ ലുക്കൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ടണൽ വ്യൂ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എവിടെയുള്ളതെന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ജെല്ലി ബീൻ ലുക്കൗട്ടാണ്. ഓടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ട്രെയിനിൻ്റെ ഓണടി ആയിട്ടായിരുന്നു. അപ്പോൾ ആ ബ്ലൂ മൗണ്ടൻ ആ ഇതിൻ്റെ സൈഡിൽ കൂടെ ട്രെയിൻ വരുമായിരുന്നു. അപ്പോൾ ആ ട്രെയിൻ കാണാനായിട്ട് ഓടിയതാട്ടോ. ജസ്റ്റ് ഇങ്ങനെ കാണാൻ പറ്റി. അന്യ വ്യൂ എന്ന് പറഞ്ഞാൽ അന്യ വ്യൂ ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ബ്ലൂ മൗണ്ടനിലൊക്കെ വരണ്ടെങ്കിൽ ടണൽ വ്യൂ അങ്ങനെ കുറേ വ്യൂ പോയിന്റുകളുണ്ട്, ലുക്കൗട്ടുകൾ, അതെല്ലാം എക്സ്പ്ലോർ ചെയ്യുക. പിന്നെ വരുമ്പോൾ നമ്മൾ ഫുഡും കൊണ്ടൊക്കെ വരിക, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെച്ചിക്കൂട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഇനി ഞങ്ങൾ കുറച്ച് കാര്യങ്ങളോടെ ഇങ്ങനെ കാണണം. ഇപ്പം ഏകദേശം സമയം ഒരു 3 മണിയല്ലേ, 3 മണി കഴിഞ്ഞു. ഓ, അപ്പോൾ അത്ര എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധനം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്കിനി 2:45 അല്ലേ. ആ, അമ്മാതിരി കാഴ്ചകളുണ്ട് ഇവിടെ. അടിപൊളി വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി ക്യാമ്പ് ഗ്രൗണ്ട് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ നൈറ്റ് വന്നിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെൻ്റ് അടിച്ച് നമുക്കിവിടെ ക്യാമ്പ് ചെയ്യാം. അപ്പോൾ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഉണ്ട്, വെള്ളത്തിനുണ്ട്, ബാർബിക്യൂനുള്ള ഇതുണ്ട്, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. കാർ പാർക്കിങ്ങിൻ്റെ ഒരു ഇന്ന ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ബെസ്റ്റ് സ്പോട്ട് നോക്കിയിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സേഫ് ആയിരിക്കും കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ വലിയ റിസ്ക് ഒന്നും ഉണ്ടാവില്ല, കാരണം പ്രോപ്പർ ക്യാമ്പ് സൈറ്റ് ആയതുകൊണ്ട്. ഉണ്ടായത് ഇവിടെയൊക്കെ അങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലം കേട്ടോ. ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് നിയോക്ക ക്യാമ്പ് സൈറ്റ്, അപ്പുറത്തുണ്ട്. ഓ, പല പല പേരിൽ പല പല ക്യാമ്പ് സൈറ്റുകളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, നമുക്ക് നല്ല ഇത് നോക്കിയിട്ട്. പിന്നെ സീസണിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പം നമുക്ക് എല്ലാം പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനത്തെ വഴിക്കൊക്കെ ആയിട്ട് കയറി പോയിട്ട് നമുക്ക് നല്ല അടിപൊളി വേറെ വ്യൂ ഉള്ളിടത്തൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇങ്ങനെ ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു രസമല്ലേ നോക്കി. ഇപ്പം നൈറ്റ് കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റും. മുട്ട കയറ്റാ കാടിൻ്റെ ഉള്ളില്. ഇപ്പൊ നൈറ്റ് എന്തായിരിക്കും ഇതങ്ങനെ ഭയങ്കര സൈലന്റ് ആയിരിക്കും ഇവിടെയൊക്കെ. അങ്ങനെയൊക്കെ ആയിട്ട് ക്യാമ്പ് ചെയ്യാനുണ്ട്. കണ്ടത് ഇവിടെയൊക്കെ ആളുകളൊക്കെ
ഇത് ആപ്പിൾ ട്രീ ഫ്ലാറ്റ് ക്യാമ്പ് സൈറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഇവിടെയൊക്കെ ആളുകൾ ടെന്റ് അടിച്ചു തുടങ്ങി. പിന്നെ ഇങ്ങനെ പോകുമ്പോ ഒരുപാട് ക്യാമ്പ് സൈറ്റ് ഉണ്ട്. കണ്ട, ഇതിങ്ങനെ മലയുടെ കുന്ന് കയറി 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 പോയിക്കൊണ്ടിരിക്കട്ടോ. ഇതൊരു നല്ല സൈറ്റാണ്, ഒരു വലിയ മരത്തിന്റെ ചുവട്ടില്. കണ്ടോ ഇത്? ഇവിടെ ഒരു ദിവസം വന്ന് ക്യാമ്പ് ചെയ്യണം കേട്ടോ, അല്ലേ? ഇത് നല്ല അടിപൊളി സ്ഥലം. ഇത്ര സേഫ് ആലോ അത്, ഇത്രയും ആളുകളുണ്ട്, ഉണ്ടായതുണ്ട്. പിന്നെ വലിയ വന്യമൃഗങ്ങളൊന്നും ഇല്ല, അത് കാരണം തന്നെ അടിപൊളിയാണ്. കൊള്ളാം മോനെ, കൊള്ളാം. കിങ്സിന്റെ ടെന്റും സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പ് രാവിലെ എണീറ്റ് നമ്മൾ ഇങ്ങനെ സുപ്രഭാതമൊക്കെ കണ്ട് ഇങ്ങനെയൊക്കെ വേസ്റ്റ് ബിന്നുകള്, അതിനുള്ള ബാർബിക്യൂനുള്ള ഏരിയ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇതൊരു ഒന്നൊന്നര വൈബാട്ടോ. നല്ല ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ക്യാമ്പ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ക്യാമ്പ് സൈഡിൽ നമുക്ക് ഫയറൊക്കെ ഇടാം. കണ്ട, സ്മോക്കൊക്കെ കണ്ട, അടിപൊളി അടിപൊളി. പിന്നെ നമ്മൾ പോകുന്നതാണ് ജെല്ലി ബീൻ ലേക്ക് പൂള്. ജെല്ലി ബീൻ പൂളിലേട്ടാട്ടോ നമ്മൾ പോകുന്നത്. ഇത് കുറച്ച് പാർക്കിങ്ങിന് വണ്ടി ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് നടക്കണം. അയ്യോ, ഇതേ നോക്കിയത് നല്ല രസമല്ലേ ഇത്? അടിപൊളി. താമസിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് താമസിരിക്കാം. എന്റെ പൊന്നോ, ഇങ്ങനെ നോക്കി മൊത്തം സ്റ്റെപ്പ് ഇറങ്ങണം കേട്ടോ. അത് ഇങ്ങനെ വുഡിന്റെ സ്റ്റെപ്പ് ഇട്ടുണ്ട്. ഇതിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ നല്ല സുഖമാണ്. ഇനി തിരിച്ചിത് കയറണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും. കാരണം ഞങ്ങൾ രാവിലെ പോകുന്ന കാരണം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ടാണ് പോകുന്നത്. കാരണം ഈ കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല. ശരിക്കും പറഞ്ഞാൽ നട്ട്സോ അങ്ങനെ ഈ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള സാധനങ്ങൾ ഫുഡൊക്കെ കൊണ്ടുവരേണ്ടതാണ്. ഈ പെട്രോൾ സ്റ്റേഷനുകളിലൊക്കെ അല്ലേ അങ്ങനെ ഉണക്കിറച്ചിയൊക്കെ കിട്ടും. പിന്നെ അല്ലെങ്കിൽ നട്ട്സ്, പീനട്ട് ബട്ടർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് അടിപൊളി നടന്നു. ശരി, ഇന്നെ ഏരിയട്ട് ഇറങ്ങാൻ കിട്ടാ മോനെ. വാ, ഞാനൊന്നും ഇത്രയും പ്രതീക്ഷിച്ചില്ല. യാദൃശ്ചികമായിട്ട് വന്ന ഒരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒട്ടും പ്രിപ്പയർഡ് അല്ല. മരമൊക്കെ ഒട്ടിഞ്ഞ് ചാടിയത് അടലച്ച് കുത്തി പോകുന്നുണ്ട്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര സീനായിരിക്കും കേട്ടോ. നോക്കി ചെറിയ വെള്ളത്തിന്റെ കുണ്ടൊക്കെ കേട്ടു. ആഹാ, പിന്നെ മനോഹരാന്നൊക്കെ. മനോഹരാന്ന് ചുമ്മാ പറഞ്ഞല്ല, അതേ നോക്കി കാണണ്ടേ. നമ്മൾ വന്ന വഴി കേട്ടോ, വഴി കണ്ടോ? വഴി നമ്മളിങ്ങനെ പാറയുടെ സൈഡിൽ കിടങ്ങുകളാണ്. അതിൽ മണലൊക്കെ കണ്ടു തുടങ്ങി നിലത്ത്. ഇതാണ് മോനെ ലേക്കെത്തി. ലേക്കല്ല, എന്നാണ് ജെല്ലി ബീൻ പൂളെത്തി. ഇതാണ് ജെല്ലി ബീൻ പൂള്. വാ, ഇവിടെ ചാടി കുളിക്കാൻ പറ്റിയൊരു സ്ഥലട്ടോ. അങ്ങോട്ട് പോകണം, അങ്ങേ സൈഡിലോട്ട് പോകണം അല്ലേ? അവിടെയാണ് സംഭവം. നമ്മളിങ്ങനെ വേദിൽ പോണ വഴിയുണ്ടോ കാണുന്നതാണ് നമ്മുടെ ജെല്ലി ബീൻ പൂൾ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഇതിൻ്റെ ചുറ്റും കണ്ട എന്നെ ഭംഗിയാ നോക്കി. ഇപ്പം ഈ തണുപ്പുള്ള കാരണം കേട്ടോ, കുറച്ച് സമ്മറിലൊക്കെ വരണമെങ്കിൽ വെള്ളത്തിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഇറങ്ങണം. ഏത് വെള്ളത്തിലായാലും ഒക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് ഒന്ന് ഫ്രഷായി ഒന്ന് ചില്ല് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണിത്. ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ കണ്ടുള്ള വ്യൂ. പൂള് കണ്ടു, കുറേ ലുക്കൗട്ടുകൾ കണ്ടു അല്ലേ? അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ചുമ്മാ കണ്ടാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ ബ്ലൂ മൗണ്ടനിലോട്ടൊക്കെ വന്നിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യട്ടോ. അപ്പോൾ അങ്ങനെ അടുത്ത വീഡിയോയിൽ വേറെ വിശേഷമായിട്ട് പിന്നെയും കാണാമെന്ന പ്രതീക്ഷയോടെ ട്രിപ്പ് മാൻ.